കേൾക്കുന്ന ദൈവമേ, കേൾക്കണേ ദാസരിൻ വാക്കുകൾ. ആശ്രയമായി നീ മാത്രമേ, സാധുക്കളിൻ പ്രത്യാശയേ. ആശ്രയമായി നീ മാത്രമേ, സാധുക്കളിൻ പ്രത്യാശയേ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നഷ്ടപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? പ്രവൃത്തി കൂടുമ്പോഴാണ്. അപ്പോസ്തലന്മാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? അവിടുത്തെ ഭൗതിക കാര്യങ്ങൾ നോക്കുവാൻ ഉള്ള കൗൺസിലിന്റെ പ്രസിഡന്റായിട്ട് അത് അപ്പോസ്തലന്മാർക്ക് ഇരിക്കാൻ വയ്യായിരുന്നോ? പക്ഷെ അപ്പോസ്തലന്മാർ ഇവിടെ ഞങ്ങൾ അതിന് കിട്ടത്തില്ലെന്ന്. നമുക്കിവിടെ അപ്പോസ്തലന്മാരെല്ലാം ഇടിയാണ്. കൗൺസിലും പ്രസ്ബിറ്ററി മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞുകൊണ്ട് ഇടിയാണ്, ഇല്ലേ? പക്ഷേ അപ്പോസ്തലന്മാർ എന്താ പറയുന്നത്? യേശുവിന്റെ അപ്പോസ്തലൻ പറഞ്ഞു, നോ, വിൽ ഡിവോട്ട് ourselves in prayer and ministering the word of God. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആളുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എല്ലാവർക്കും എല്ലാ കാര്യവും ചെയ്യാൻ കഴിയത്തില്ല. എല്ലാവർക്കും ഇപ്പം എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും എനിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും രണ്ടും രണ്ടാണ്. ഇപ്പം എനിക്ക് ചെയ്യാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല. അപ്പോസ്തലന്മാർ ഇപ്പം പത്രോസിനോ അല്ലെങ്കിൽ യാക്കോബിനോ യോഹന്നാനോ ഒക്കെ ചെയ്യാൻ കഴിയാൻ വയ്യാതിരുന്ന കാര്യങ്ങളൊന്നും അല്ല എന്ത് മേശമേലുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത്. കണക്കെഴുതാൻ അവർക്ക് അറിയാൻ വയ്യാത്തവരായതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ കണക്കെഴുതാൻ ആർക്കും പറ്റും, പക്ഷേ വചന ശുശ്രൂഷ എല്ലാവർക്കും പറ്റുകയില്ല. മേശമേലുള്ള ശുശ്രൂഷ അതിനുവേണ്ടി കഴിവുള്ള 100 പേര് കാണും, പക്ഷേ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ എല്ലാവർക്കും കഴിയുകയില്ല. ഓൾവേസ് നോ ഫോർ വാട്ട് യു ആർ കോൾഡ് ഫോർ. എന്തിനു വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ പിശാചിന്റെ ഒരു വലിയ തന്ത്രമാണ് നമ്മളെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്നത്. അതിലേക്ക് ഇതിലേക്ക് അപ്പുറത്തോട്ട് എല്ലാം കൂടെ വലിച്ച് കൊണ്ടുപോയി ആകെപ്പാടെ നമ്മളുടെ ടൈം എല്ലാം കളഞ്ഞ് ദൈവവചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കുന്നതായ അപ്പോസ്തലന്മാരെ പല സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് പോകുന്നത്. മോസസിന്റെ ജീവിതത്തിൽ ഇതേ കാര്യം തന്നെ ഉണ്ടായി. മോസസ് എപ്പോഴും ദൈവസന്നിധിയിൽ ഇരുന്നവനായ മനുഷ്യൻ. ജനങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് 100 കൂട്ടം പ്രശ്നങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താ? ഗുണം പിടിച്ചവനും പിടിക്കാത്തവനും എല്ലാം ഇവിടെ ഉണ്ട്. ഈ മരുഭൂമിയിലെ സഭയിൽ ഉണ്ട്, അതിവിടെ ഇപ്പോഴും ഉണ്ട്. അവർക്കെന്നും പ്രശ്നമാണ്. അങ്ങോട്ട് നോക്കിയാൽ പ്രശ്നം, ഇങ്ങോട്ട് നോക്കിയാൽ പ്രശ്നം. എന്നെ ശ്രദ്ധിച്ചില്ല, ഞാൻ വന്നപ്പോൾ കയറിയപ്പോൾ എനിക്ക് കൈ തന്നില്ല, എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നറിയുന്നില്ല. കൈ തന്നില്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് കൈ കൊടുക്കണം, അല്ല എന്തോ ഇത്ര വലിയ പ്രശ്നം. അതെല്ലാം ഒന്ന് ആരുടെ അടുത്താണ് വരുന്നത്? മോശയുടെ അടുത്താണ്. ഞാൻ കയറി വന്നപ്പോൾ കൈ തന്നില്ല, ഞാൻ അങ്ങോട്ട് എത്രമാത്രം സ്നേഹിച്ചു, പക്ഷെ എന്നെ സ്നേഹിച്ചില്ല. പരാതികളിലെ 1000 കൂട്ടം കാര്യങ്ങൾ. മോശ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തോ പരിപാടി? പരാതി കേൾക്കുക. ഈ പാസ്റ്റർമാരുടെയും ദൈവദാസന്മാരുടെയും ഒക്കെ അല്ലെങ്കിൽ പ്രശ്നം ഇതാണ്, എന്ത് ചെയ്യും? പക്ഷേ മോശയുടെ അമ്മായപ്പൻ വന്ന് പറഞ്ഞു, മോനെ ഇത് ശരിയായിട്ടുള്ളൊരു കാര്യം അല്ല, നീ അതൊക്കെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കുക. നീ എന്ത് ചെയ്യണം? എന്താ എഴുതിയിരിക്കുന്നത്? വലിയ വലിയ കാര്യം നോക്കണമെന്നല്ല, നീ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവ് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ ദാറ്റ് മീൻസ് യു നീഡ് ടു പ്രേ. ആൻഡ് അപ്പോസ്തലന്മാർ എന്താ പറയുന്നത്? ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. ചെയ്യണമെന്ന് ആഗ്രഹമില്ല, അല്ലെങ്കിൽ ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല. ഞങ്ങൾക്ക് വി ഹാവ് സംതിങ് മോർ ടു ഡു. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. വി നീഡ് ടു സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. വി നീഡ് ടു മിനിസ്റ്റർ ദ വേർഡ് ഓഫ് ഗോഡ്. വി നീഡ് ടു ഡു ദ സ്പിരിച്വൽ തിങ്സ്. നമ്മളുടെ ഡിവോഷനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ അതിനോട് നോ പറയാനായിട്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ പ്രാർത്ഥനയെ തകർക്കുന്ന നിലയിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജോലിയായിരിക്കും. ഇത് സുവിശേഷ വേലക്കാരുടെ മാത്രം കാര്യമൊന്നുമല്ല പറയുന്നത്. പല സമയത്തും നമുക്ക് ഈ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം അതാണ്. ഹിൻഡ്രൻസസ് ഓഫ് പ്രയർ എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഹി ഈസ് ഗിവിംഗ് യു എ ലോട്ട് ഓഫ് തിങ്സ്, ദിസ് ആൻഡ് ദാറ്റ്. ഒടുവിൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? വി ഹാവ് നോ ടൈം ടു പ്രേ. That should not happen. Prayer is something big. Paul was praying always for the church. സഭയ്ക്ക് വേണ്ടി, എല്ലാ സഭകൾക്കും വേണ്ടി എല്ലായ്പ്പോഴും പോള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിനും പ്രസിദ്ധമായിരിക്കുന്നതിന് ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി.
I was always praying for you. ഞങ്ങൾ എപ്പോഴും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ജസ്റ്റ് വാണ്ടഡ് ടു മീറ്റ് യു. ഞാൻ അവിടെ വരാനായിട്ട് ആഗ്രഹിച്ച് എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. Paul was praying for the churches. പല സഭകൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ ഭാരം അവന്റെ ഹൃദയത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നെന്ന് നമ്മൾ കാണുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ, അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. ചർച്ചിനെ കുറിച്ച്, അതിന്റെ പ്രത്യേകതകളെ കുറിച്ച്, അവരുടെ സ്നേഹത്തെക്കുറിച്ച്, അവരുടെ ആത്മാവിലുള്ള സ്നേഹത്തെക്കുറിച്ച് പൗലോസ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ എന്ത് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്? ഇടവിടാതെ, വല്ലപ്പോഴുമല്ല, ഇടവിടാതെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കറിയത്തില്ല എങ്ങനെ പോളിന് ഇതിനുള്ള സമയം കിട്ടുന്നുള്ളത്. ഐ തിങ്ക് മെനി ടൈംസ് ഐ cannot pray like that. എനിക്ക് അതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഹി ഈസ് ഓൾവേസ് പ്രേയിങ്. അതിന് അസാമാന്യമായ നിലയിൽ അതിനുവേണ്ടി ഡിവോട്ട് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയത്തുള്ളൂ. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ, 9-ാമത്തെ വാക്യം മുതൽ, നമ്മുടെ ദൈവത്തിന്റെ സന്നിധി നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എന്തൊരു സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു വരുന്നു. നോക്ക്, രാവും പകലും. ഈ മനുഷ്യൻ എത്രയും യാത്ര ചെയ്യുന്നു, എത്രയോ സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ബട്ട് ഹി വാസ് ഓൾവേസ് പ്രേയിങ്. രാവും പകലും പ്രാർത്ഥിക്കാനായിട്ട്. 2 തിമോത്തിയോസ് അതിന്റെ 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ, എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണ്ണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട്. രാവും പകലും he was praying day and night. So prayer is very much important. And all those who were doing ministry in God's way, they were all people of prayer, men of prayer. പ്രാർത്ഥിക്കുന്നവരായ മനുഷ്യർ. ജോർജ് മുള്ളർ, ജോൺ നോക്സ്, അല്ലെങ്കിൽ ഇവാൻ റോബർട്ട്സ്, ഓർ ഓൾ. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ, മിഷണറിമാരുടെ വലിയ ചരിത്രങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, വളരെ പേരെ പ്രയോജനപ്പെട്ടതായ ദൈവദാസന്മാരെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, അവരൊക്കെ they were praying people. They were praying people. And they were really spending time, much time in prayer. ഒത്തിരി കൂടുതൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രം ഗുണമൊന്നുമില്ലെങ്കിലും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ദൈവഹിത പ്രകാരമാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഗുണമുണ്ട്. ജീസസ് വാസ് സ്പെൻഡിങ് മച്ച് ടൈം ഇൻ പ്രയർ. നമ്മുടെ മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അധികാലത്ത് ഇരുളോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. തലേദിവസമൊക്കെ നല്ല, അവിടെ 32-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവൻ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവരുടെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതിൽക്കൽ വന്നുകൂടിയിരുന്നു. നാനാവ്യാധികളിൽ വലഞ്ഞിരിക്കുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി, അനേകം ഭൂതങ്ങളെ പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയുകൊണ്ട് സംസാരിപ്പാൻ സമ്മതിച്ചില്ല. എപ്പോഴാ കൊണ്ടുവന്നെന്നറിയാമോ? വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതങ്ങളെയും രോഗികളെയും ഭൂതബാധിതരെയും എല്ലാം കൊണ്ടുവന്ന് പറഞ്ഞിരിക്കുന്നു. സന്ധ്യയ്ക്ക് മുമ്പേ കൊണ്ടുവന്നല്ല, രാത്രി കൊണ്ടുവന്നു. ദാറ്റ് മീൻസ് ഹി വാസ് സ്പെൻഡിങ് മച്ച് ടൈം during the night. He was spending time with those people. ഇല്ലേ? ശുശ്രൂഷയിൽ പാതിരാത്രി വരെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇത്രയും ക്ഷീണിച്ചതല്ലേ, എന്നാ പിന്നെ ഒന്ന് കിടന്ന് ഉറങ്ങിയേക്കാമെന്നല്ല യേശു കർത്താവ് ചിന്തിച്ചത്. ഉറങ്ങുന്നതിനകത്ത് എനിക്ക് യാതൊരു പരാതിയുള്ള ആളല്ല. നമ്മുടെ ശരീരത്തിന്റെ വിശ്രമത്തിന് വേണ്ടി ഉറങ്ങണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ആരും ഉറങ്ങണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഉറക്കത്തേക്കാൾ വലുതാണ് പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഉറക്കം കൂടുതൽ ആവശ്യം വരുമ്പോൾ പ്രാർത്ഥന മാറ്റിയിട്ട് ഉറങ്ങുകയല്ല, പ്രവൃത്തി മാറ്റിയിട്ട് ഉറങ്ങുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലായോ? നമ്മളൊക്കെ എന്താ ചെയ്യുന്നറിയാമോ? പ്രവർത്തിക്കുന്നത് ഒരിക്കലും കുറയ്ക്കത്തില്ല. പിന്നെ ഉറക്കം ആയി വരുമ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുന്നത്? ഓ, ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, എന്നാ പിന്നെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കിടന്നുറങ്ങാം. പ്രിയമുള്ളവരെ, ഉറക്കത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കേണ്ടത് നമ്മുടെ ശുശ്രൂഷ തന്നെ ആയിക്കോട്ടെ, പ്രവൃത്തി തന്നെ ആയിക്കോട്ടെ. എന്നാലും എന്ത് മാറ്റിവെക്കാൻ പാടില്ല? പ്രാർത്ഥന മാറ്റിവെക്കാൻ പാടില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചവനായ യേശു രാവിലെ കുറച്ച് കഴിഞ്ഞിട്ട് അധികാലത്ത് ഇരുട്ടോടെ, നേരം വെളുത്തില്ല, ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. എന്താ നിർജ്ജന സ്ഥലത്ത് പോകാൻ കാര്യം? മറ്റൊന്നുമല്ല,
ഇല്ലെങ്കിൽ അവിടുന്ന് ആളുകൾ ഇവനെ വലിച്ചു പോക്കി ശുശ്രൂഷ ചെയ്യിക്കുമെന്നുള്ളത് യേശുവിന് അറിയാമായിരുന്നു. നമ്മളാണെങ്കിൽ ശുശ്രൂഷയ്ക്കുള്ള കൂടുതൽ അവസരങ്ങളാണ് എപ്പോഴും നോക്കുന്നത്. അത് തന്നെയല്ല, നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാൻ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ആരറിയുന്നു നമ്മളവിടെ പോയി പ്രാർത്ഥിച്ച കാര്യമൊക്കെ? നമുക്കാണെങ്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 4 പേര് അറിയണമല്ലോ. പക്ഷേ യേശു ശുശ്രൂഷകൾക്കും അപ്പുറത്ത് പിതാവിനോടുകൂടി സമയം സ്പെൻഡ് ചെയ്യാൻ, അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാനായിട്ട് അവൻ വ്യഗ്രത കാണിച്ചു. ഉറക്കത്തേക്കാൾ ഉപരിയായി പ്രാർത്ഥനയ്ക്ക് അവൻ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുകൂടെ പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. മർക്കോസ് സുവിശേഷം നമ്മൾ വായിച്ചത് രാവിലെ എഴുന്നേറ്റ് പോയെന്നാണ്. പക്ഷെ ഇവിടെ എന്താണ്? അവൻ പ്രാർത്ഥനയിൽ, പിതാവിനോടുകൂടെയുള്ള പ്രാർത്ഥനയിൽ അവൻ രാത്രി കഴിച്ചു. പകല് അധ്വാനിക്കുകയും രാത്രി കർത്താവിൻ്റെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ, പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. യേശുവിന് പ്രാർത്ഥന ഇത്ര അത്യന്താപേക്ഷിതമായ ഒരു കാര്യമായിരുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രയധികം അത്യാവശ്യമുള്ള കാര്യമാണ് പ്രാർത്ഥന. സോ we need to know the need for prayer. We need to pray. അതിൻ്റെ ആവശ്യം നമ്മൾ തിരിച്ചറിയണം. prayer, പ്രാർത്ഥന, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള വാക്കുകൾ, prayer തുടങ്ങിയ പദങ്ങൾ യേശുവിൻ്റെ ശുശ്രൂഷ സമയത്തെ വിശദമാക്കുന്ന ചില്ലറ ഭാഗങ്ങളെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൂ. അവൻ ചെയ്ത ഒത്തിരി പ്രവൃത്തികളെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കാര്യം അതാണല്ലോ ആൾക്കാർ കണ്ടത്. യേശുവിൻ്റെ പ്രാർത്ഥനയൊക്കെ പലപ്പോഴും എവിടെയായിരുന്നു? രഹസ്യമായ സ്ഥലത്തായിരുന്നു. എന്നിട്ടും 25 സ്ഥലത്ത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന എന്ന് പറയുന്ന യേശുവിൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെടുത്തി 25 times പ്രയറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ഞാൻ പറയാം. യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു എന്ന് നമുക്കെല്ലാം അറിയാം. ഇപ്പൊ യേശു എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, he is still praying. Jesus is praying. അവൻ ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എബ്രായ ലേഖനം അതിന്റെ 7-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ നമ്മളോട് വായിക്കുന്നത്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവന് പ്രാപ്തനാകുന്നു. അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ. ഹീസ് ഇന്റർസീഡിങ്. പിതൃസന്നിധിയിൽ അവൻ എന്ത് ചെയ്യാണ്? ഇന്റർസീഡിങ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സദാ ജീവിക്കുന്നവനാകയാൽ. അവൻ ഇപ്പോഴും എല്ലാ കാലയളവിലും പിതൃസന്നിധിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 34-ാം വാക്യത്തിൽ ക്രിസ്തുവേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. He is still praying. Jesus was a man of prayer and he is still praying. ഇപ്പോഴും അവൻ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു? പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. We need to know the importance of prayer. നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, പ്രാർത്ഥനയുടെ ആവശ്യകത, പ്രാർത്ഥനയുടെ പ്രത്യേകത, പ്രാർത്ഥന എത്ര വലുതാണെന്ന്, എത്ര ഉന്നതമാണെന്ന് ഞാൻ ശരിയായ നിലയിൽ ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മുടെ ഗതികേടിന്റെ സമയത്ത് പ്രാർത്ഥിക്കുക മാത്രമല്ല, ഗതികേടിന്റെ സമയത്ത് പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തെ വിളിക്കുകയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. എൻ്റെ അടുത്തേക്ക് നീ കടന്നു വാ, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരവരുളും, ഞാൻ നിന്നെ എൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോയി നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നിന്നെ കാണിക്കും. പ്രാർത്ഥനയുടെ പ്രത്യേകത ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള നമ്മുടെ വാതിലാണ് വാസ്തവത്തിൽ പ്രാർത്ഥന. വേദപുസ്തകത്തിലുടനീളം നാം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എല്ലാ ആത്മീയ ആയുധങ്ങളും ആവശ്യമാണ്, എന്നാൽ എല്ലാത്തിനും കൂടി സകല പ്രാർത്ഥനയാലും. യെസ്, കണ്ണുകളെ അടച്ചു വെക്കുമെന്ന് പറയാമോ? കർത്താവേ, ഞാനൊരു പ്രാർത്ഥനാ മനുഷ്യനല്ല, എന്നാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. നിന്റെ ഇൻവിറ്റേഷൻ കിടക്കുകയാണല്ലോ, നിനക്ക് സമയമുണ്ടെന്ന് നീ പറയുന്നു. ഞാൻ പലപ്പോഴും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണേ, എനിക്ക് സമയമുണ്ട്. എത്ര പേര് പറയും യെസ് ഐ ഹാവ് ടൈം, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ട്? ദൈവത്തിന് സമയമുണ്ടോ? എനിക്കും സമയമുണ്ട്. കർത്താവേ, ഞാൻ അതിനുവേണ്ടി സമയം കണ്ടെത്തും, എന്നെ സഹായിക്കണേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, കേൾക്കണേ ദാസരിൻ വാക്കുകൾ. ആശ്രയമായി നീ മാത്രമേ സാധുക്കളിൻ പ്രത്യാശയേ. ആശ്രയമായി നീ മാത്രമേ സാധുക്കളിൻ പ്രത്യാശയേ. സ്തോത്രമോടാവശ്യങ്ങൾ ഇപ്പോൾ അടിയങ്ങളോതിടും യേശുവേ. സ്തോത്രമോടാവശ്യങ്ങൾ ഇപ്പോൾ അടിയങ്ങളോതിടും യേശുവേ. എത്രയും താഴ്മയോടേകമായി നിൻ തിരുസന്നിധവും മോദമായി. എത്രയും താഴ്മയോടേകമായി നിൻ തിരുസന്നിധവും മോദമായി. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, കേൾക്കണേ ദാസരിൻ വാക്കുകൾ. ആശ്രയമായി നീ മാത്രമേ സാധുക്കളിൻ പ്രത്യാശയേ. ആശ്രയമായി നീ മാത്രമേ സാധുക്കളിൻ പ്രത്യാശയേ. ഒന്നിലുമേ മനം തളരാതെ കർത്താവേ നിന്നിൽ ഞാൻ ആശ്രയിപ്പാൻ. ഒന്നിലുമേ മനം തളരാതെ കർത്താവേ നിന്നിൽ ഞാൻ ആശ്രയിപ്പാൻ. നിൻ കൃപയേഴകൾ കേകുക വൻ കൃപസാഗരമേശുവേ. നിൻ കൃപയേഴകൾ കേകുക വൻ കൃപസാഗരമേശുവേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, കേൾക്കണേ ദാസരിൻ വാക്കുകൾ. ആശ്രയമായി നീ മാത്രമേ സാധുക്കളിൻ പ്രത്യാശയേ. ആശ്രയമായി നീ മാത്രമേ സാധുക്കളിൻ പ്രത്യാശയേ. പുത്രനിൽ വിശ്വസിച്ചപേക്ഷിക്കിൽ ഉത്തരം നിശ്ചയം ചൊല്ലിയതാൽ. പുത്രനിൽ വിശ്വസിച്ചപേക്ഷിക്കിൽ ഉത്തരം നിശ്ചയം ചൊല്ലിയതാൽ. കാത്തിരിക്കും നീതാ കാണുവാൻ ദൈവകരുതലിൻ വൻമഹത്വം. കാത്തിരിക്കും നീതാ കാണുവാൻ ദൈവകരുതലിൻ വൻമഹത്വം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, കേൾക്കണേ ദാസരിൻ വാക്കുകൾ. ആശ്രയമായി നീ മാത്രമേ സാധുക്കളിൻ പ്രത്യാശയേ. ആശ്രയമായി നീ മാത്രമേ സാധുക്കളിൻ പ്രത്യാശയേ.